അപ്പോൾ ഇന്നാണ് ഞാൻ അത്രയും ടെൻഷൻ അടിച്ച ദിവസം. എന്താണെന്നല്ലേ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാ ജോലിക്ക് കയറുന്ന ഫസ്റ്റ് ഡേ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 9:30 ആകുമ്പോൾ എത്തിയാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമും കാര്യങ്ങളും അതുപോലെ തന്നെ ബസ്സൊക്കെ ചെയ്തിട്ടൊക്കെ ടൈം ആവുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തി ഇതാ അവർ ഫോമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് ജോയിൻ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന കുറച്ച് ഫോംസും കാര്യങ്ങളും അതൊക്കെ സബ്മിറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഇതാ അവിടെ അവർ ബാങ്ക് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തു. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഒരു ഉച്ച ടൈം ആയപ്പോഴാണ്, ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ആയപ്പോഴാണ് ഞാൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാനും ഇതാ അവരുടെ കൂടെ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ ജോയിൻ ചെയ്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയ സമയത്ത് ഫസ്റ്റ് ഡേ അല്ല, അവർ റെക്കോർഡ് കോൾസൊക്കെ കേട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, റെക്കോർഡ്സൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കോളിംഗ് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഇതാ ഒരുപാട് റെക്കോർഡും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഇതുപോലെ തലയിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ റെക്കോർഡ് കോൾസൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പല ചീവീടുകളുടെയും സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വർക്ക് എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്താൻ നേരത്തെ അനിയേട്ടന് വന്ന് കൊണ്ടുപോയി.